നമസ്കാരം. ഇത്രയും നാളും ആത്മീയമണ്ഡലത്തിലെ ചില രഹസ്യങ്ങളും മർമ്മങ്ങളും ശരിക്കുള്ള ദൈവം ആരാണ്, നമുക്ക് ചുറ്റുമുള്ള അദൃശ്യ ശക്തികൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിൽ പോസിറ്റീവ് ശക്തികൾ, നെഗറ്റീവ് ശക്തികൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ പ്രകൃതി വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകൾ ഓരോ ജീവജാലങ്ങൾക്കും, എല്ലാ ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള സകലമാന സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ ഗ്രഹങ്ങളാണെങ്കിൽ പോലും അതിന് കറങ്ങുന്നതിന്, തിരിയുന്നതിനൊക്കെ ഓരോ വ്യവസ്ഥകളുണ്ട്. അതേപോലെ നമ്മുടെ ഭൂമിയിലെ ഈ ജീവജാലങ്ങൾക്കെല്ലാം ആ ജീവിക്കുന്നതിന് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യനൊഴികെ ബാക്കിയുള്ള സകലത്തിനും അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്ത വ്യവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് അവർ ആ വ്യവസ്ഥ തെറ്റിക്കില്ല. പക്ഷെ മനുഷ്യർക്ക് മാത്രം സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്തയും പ്രായോഗിക ബുദ്ധിയും നൽകിയത് കൊണ്ട് അവരെ വേറെ രീതിയിലാണ് അവരുടെ വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്. അത് ആ വ്യവസ്ഥകളെല്ലാം അവൻ തന്നെത്താൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുകയും ചെയ്ത് ആ ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവൻ ജീവിച്ചെത്തുമ്പോൾ അവന്റെ ആത്മാവ് അല്ലെങ്കിൽ അകത്തിരിക്കുന്ന ആ ആത്മാവ് ജയിച്ച് ആ ദൈവത്തിലേക്ക് എത്തും. ഇതാണ് മനുഷ്യനിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ. ഓരോ ജന്മങ്ങൾ മനുഷ്യനിൽ വരുമ്പോഴും ദൈവം ആ വ്യവസ്ഥകൾ, ആ പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥകൾ ആദ്യത്തെ ജന്മത്തിൽ തന്നെ പൂർണ്ണമായി അവന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ പല ജന്മങ്ങളെടുത്തേ ആ വ്യവസ്ഥയിലൂടെ പോവുള്ളൂ. അപ്പൊ ഈ വ്യവസ്ഥ തെറ്റുമ്പോഴാണ് ആ തെറ്റിയ പേരിലുള്ള കർമ്മഫലം ആ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ ചെയ്താൽ അതിന്റെ ഫലവും, തെറ്റിപ്പോകുന്ന മേഖലയിലെല്ലാം കഷ്ടം എന്ന രീതിയിലുള്ള കർമ്മഫലവും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോ വ്യവസ്ഥകൾ തെറ്റുമ്പോൾ ആ തെറ്റിയതിനെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഒരു ഫലം നൽകാനും ചില നെഗറ്റീവ് ശക്തികൾ മനുഷ്യനിലേക്ക് കടന്നു വരും. മനുഷ്യനിൽ കടന്നു വരികയും അവന്റെ ചെയ്ത ആ തെറ്റിന് തക്കവണ്ണം അവനെ പീഡിപ്പിച്ചിട്ട് ഇത് ആ മനുഷ്യനെ വിട്ടുമാറുകയും ചെയ്യും. ഇത് ചെയ്യണം. അപ്പൊ അങ്ങനെ വിട്ടുമാറുന്ന സമയത്ത് ഈ മനുഷ്യന് ആ സമയം അവന്റെ തെറ്റുകളെല്ലാം ബോധം വരികയും പിന്നെ അത് ആവർത്തിക്കാത്ത ലെവലിലേക്ക് അവൻ പഠിച്ചു വരികയും ചെയ്യണം. അതാണ് ആ വ്യവസ്ഥ. പക്ഷേ ഈ നെഗറ്റീവ് ശക്തികൾ അവർ നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ മനുഷ്യനിലേക്ക് വരികയും അവനിൽ ഇരുന്നും കൊണ്ട് സ്വാധീനിച്ച് അടുത്ത തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും അവിടെ ഇരുന്നും കൊണ്ട് അടുത്ത തെറ്റ് ചെയ്യിക്കുകയും അപ്പൊ അതിന് തക്കവണ്ണം വേറെ കുറെ നെഗറ്റീവ് ശക്തികൾ അവനിലേക്ക് വലിഞ്ഞു കയറുകയും പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് അവനെ വേറൊരു തെറ്റ് ചെയ്യിക്കുകയും ഇങ്ങനെ ചെയ്യിപ്പിച്ച് മനുഷ്യനെ കൂടുതൽ തെറ്റുകാരനാക്കുകയും അതനുസരിച്ച് നെഗറ്റീവ് ശക്തികൾ അത്ര കണ്ട് വലിഞ്ഞു കയറുകയും ചെയ്തിട്ട് ഈ ലെവലിൽ മരിക്കുന്ന മനുഷ്യരെ ഈ നെഗറ്റീവ് ശക്തികൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൽ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ അവസ്ഥയിലിടയിൽ ഓരോ നെഗറ്റീവ് വലിഞ്ഞു കയറുമ്പോൾ അല്ലെങ്കിൽ ശക്തികൾ വലിഞ്ഞു കയറി അവനെ പീഡിപ്പിക്കുമ്പോഴും ദൈവം ഏതെങ്കിലും വഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും, ദൈവം എനിക്ക് പ്രത്യേകം പറഞ്ഞ സാധനമാണ്, ദൈവം അബദ്ധം പറ്റി പോകുന്നത്, ദൈവത്തിന് അബദ്ധം പറ്റിയല്ല ഈ മനുഷ്യർ തെറ്റിപ്പോകുന്നത്. ഈ മനുഷ്യനെ പഠിപ്പിക്കാനായി ദൈവം അങ്ങനെ അനുവദിച്ച് വിടുന്നതാണ്. അപ്പം ഏതെങ്കിലും വഴിയിലൂടെ ദൈവം ശരി തെറ്റ് മനസ്സിലാക്കിക്കാനായിട്ട് ആ മനുഷ്യനെ ഒരു ബോധം കൊടുത്തിരിക്കും. ഏതെങ്കിലും വഴിയിലൂടെ ശരിയും തെറ്റിനെ കുറിച്ചുള്ള ഒരു ബോധം കൊടുത്തിരിക്കും. ചിലപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും വഴിയായിരിക്കാം, ചിലപ്പോൾ സുഹൃത്തുക്കൾ വഴിയായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാർ വഴിയായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും വഴിയിലൂടെ ദൈവം അവനെ ശരിയും തെറ്റും അറിയിക്കും. കാരണം അവന് ഈ തെറ്റ് പറ്റിയതുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റുണ്ടെന്നും അത് കാരണം ചില നെഗറ്റീവ് ശക്തികൾ അവനിലേക്ക് വരുന്നെന്നും ശല്യം ചെയ്യുന്നെന്നും ഒക്കെ അവന് ഏതെങ്കിലും വഴിയിലൂടെ ഓർമ്മിപ്പിച്ചിട്ടും ഈ വ്യക്തി അത് മൈൻഡ് ചെയ്യാതെ തള്ളിക്കളയുമ്പോഴാണ് അവൻ അതിൻ്റെതായ കഷ്ടങ്ങൾ പിന്നെ ശക്തമായ രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇങ്ങനെ പല രീതിയിൽ പല പ്രാവശ്യം ഏതെങ്കിലും ഓരോ തെറ്റിനും അല്ലെങ്കിൽ ഓരോരോ തെറ്റിനും അവൻ അനുഭവിക്കുമ്പോൾ അവന് തന്നെ അനുഭവിച്ച് ബോധ്യം വരുമ്പോഴാണ് ശരിക്കും അതിൽ നിന്ന് അവൻ മോചിതനാകുന്നത്. എന്നാൽ ഈ രണ്ട് രീതി ദൈവം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ മറ്റു വ്യക്തികളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ, ചിലപ്പോൾ പുസ്തകങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഗുരുവിലൂടെ, എങ്ങനെയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞിട്ട് അവൻ ആ തെറ്റ് ആവർത്തിക്കാതെ, കാരണം ഈ തെറ്റ് അവന്റെ വിചാരം ഇത് ശരി എന്ന് വിചാരിച്ചായിരിക്കാം ഈ തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് സ്വന്തമായി ചില കാര്യങ്ങൾ ആ സമയത്ത് ഒരു സുഖം കിട്ടാനോ അല്ലെങ്കിൽ ഒരു നേട്ടം കിട്ടാനോ വേണ്ടിയിട്ടായിരിക്കാം ഈ തെറ്റ് ചെയ്യുന്നത്. എന്തായാലും അത് തെറ്റാണെന്നും അത് പ്രശ്നമാണെന്നും അറിവ് വന്നിട്ടും അവൻ നിരസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ആ ഒരു പഠിപ്പീര് അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ അവൻ ചെയ്യുന്ന അടുത്ത തെറ്റിനുള്ളത് അടുത്തത് വരും.
അപ്പൊ ഇതിനു കൊണ്ടാണ് പണ്ടേ ആൾക്കാർ പറയുന്നത് അനുഭവം ഗുരു എന്ന് പറയുന്നത്. കാരണം മിക്ക മനുഷ്യരും സ്വന്തമായി അനുഭവിച്ച് കഷ്ടം അനുഭവിച്ചാലേ അവൻ അത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധം വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് അതിബുദ്ധിമാന്മാരായ, കഴിവുകൾ അല്ലെ ഭയങ്കരമായ അറിവുകളുണ്ട് എന്ന് സ്വയം ധരിക്കുന്നവർക്കാണ് ഒരുപാട് കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. കാര്യം അങ്ങനെയുള്ളവർ ഈ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്നും പെട്ടെന്നൊന്നും കയറി അംഗീകരിക്കില്ല. കാര്യം ഞാൻ മിടുക്കനാണല്ലോ, അപ്പോൾ ഞാൻ നല്ല മിടുക്കനായത് കൊണ്ട് എന്റെ ആ ലെവലിന്റെ മുകളിലുള്ള ചില വ്യക്തികൾ പറയുന്നത് മാത്രമേ അവർ ചെറുതായിട്ട് എടുക്കുകയുള്ളൂ. പക്ഷെ ദൈവം പറയുന്നത് അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടിയിലൂടെ ആയിരിക്കാം നമുക്കൊരു അറിവ് എവിടെന്നെങ്കിലും വരുന്നത്. പക്ഷെ അത് എടുക്കാനുള്ള മനസ്സ് വരണം. ചിലപ്പോൾ ഒരു പക്ഷിയിലൂടെ അല്ലെങ്കിൽ ഒരു മൃഗത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ചില അറിവുകൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനസ്സ് ആയി വരുന്നവന് കർമ്മഫലം വളരെ കുറവായിരിക്കും. കാരണം അവൻ ഏതെങ്കിലും മാർഗത്തിലൂടെ അത് ഗ്രാസ്പ് ചെയ്തെടുക്കുകയും പെട്ടെന്ന് അവന്റെ ജീവിതശൈലി അവൻ മാറുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ശരിക്കും ഭാഗ്യവാന്മാരാണ്. അതേസമയം പല വ്യക്തികൾ പറഞ്ഞിട്ടും പല രീതിയിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടും തിരിച്ചറിയാതെ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വിചാരിച്ച് മണ്ടത്തരം ചെയ്യുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു കയറിയാൽ മാത്രമേ അവർക്ക് ആ ബോധം വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ചിലർ വിചാരിക്കും എനിക്ക് മാത്രം എന്തിത്ര കഷ്ടം എന്ന് വിചാരിച്ചാൽ അതിനർത്ഥം ഈ വ്യക്തി അതിബുദ്ധിമാൻ എന്ന് സ്വയം നടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കരമായ അറിവ് എനിക്ക് ഉണ്ട് എന്ന് സ്വയം നടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കഷ്ടം അനുഭവിക്കുന്നത്. അതിലിപ്പോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയൊന്നുമില്ല, ഓരോ വ്യക്തികളുടെ അറിവാണ്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള പലരും ഉണ്ട്, കൂലിപ്പണിക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അവര് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നത് കൊണ്ട് സ്വന്തമായി തന്നെത്താനെ ഉയർത്തി മറ്റുള്ളവരെ പഠിപ്പിച്ചും ഓരോ അറിവുകൾ ജ്ഞാനങ്ങളൊക്കെ പകർത്തി കൊടുക്കണത് കാണുമ്പോഴേക്കും അവിടെ ശരിക്കും പറഞ്ഞ ഒരു പണക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ അങ്ങനെ അല്ല. ഈ അറിവെടുക്കുന്നത് പലരും പല രീതിയിൽ അറിവുകൾ എടുക്കും. ചിലപ്പോൾ ഒരുപാട് ഗ്രാസ്പിംഗ് പവറുള്ള ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ കണ്ടാൽ തന്നെ അതിന്റെ അകത്തുള്ള വശങ്ങളൊക്കെ കിട്ടുന്ന വ്യക്തികളുണ്ട്. കാരണം അവരുടെ ആത്മാക്കളൊക്കെ അത്രയും പവർഫുൾ ആയ ആത്മാവാണ് ഈ ജന്മത്തിൽ വന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത്രയും കഴിവുകളുണ്ട്. അപ്പൊ അങ്ങനെ കഴിവുകളുണ്ട് എന്ന് ഉള്ള വ്യക്തികൾക്കാണ് നന്നാവാൻ ഭയങ്കര പാട്. കാര്യം അവർക്ക് തന്നെ അവരുടെ ഉള്ളിലൊരു ബോധമുണ്ട്, എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ പലതും പഠിപ്പിക്കുന്നുണ്ട്, ഇപ്പൊ മറ്റുള്ളവരെല്ലാം അതിശയത്തോടെ ഇതൊക്കെ കേട്ട് എന്നിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് സ്വയം ഒരു ഇത് വരുമ്പോൾ അകത്ത് സ്വന്തമായ ഒരു അഹങ്കാരം അല്ലെ ഞാൻ എന്നൊരു ഭാവത്തിൽ പലർക്കും വരും. അങ്ങനെയുള്ളവർ വേറൊരാള് എന്തെങ്കിലും ഈ വ്യക്തിയുടെ കംപ്ലൈന്റോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അത് അംഗീകരിക്കില്ല. കാരണം ഞാൻ തന്നെയാണ് ശരി എന്ന രീതിയിൽ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ദൈവം ഈ ഒരുപാട് കഷ്ടത്തിലൂടെയൊക്കെ ഇത് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം ഈ ആത്മാവിനെ പഠിപ്പിച്ചെടുത്തേ പറ്റൂ. അത്രയും വളർച്ചയുള്ള ഒരു ആത്മാവാണ്. അപ്പൊ ഒരുപാട് കഷ്ടത്തിലൂടെ പഠിക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി അവനീ കാണിക്കുന്ന ഈ ഞാനെന്ന ഭാവത്താൽ അഹങ്കരിച്ച് നടക്കുന്നതിന് തക്കവണ്ണം ഉള്ള നെഗറ്റീവ് ശക്തികൾ അവനിലേക്ക് വലിഞ്ഞു കയറുകയും അവന്റെ ഈ ഭാവം മാറുന്നത് വരെ ഈ നെഗറ്റീവ് ശക്തികൾ അവന്റെ അകത്തിരുന്ന് പല മേഖലകളിലും അവനായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് ദൈവത്തിന് അറിയാം. ഈ വ്യക്തി എത്ര പ്രാർത്ഥിച്ചാലോ, എവിടെയൊക്കെ പോയി ആരുടെയൊക്കെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചാലോ, സ്വന്തമായി എത്ര പ്രാർത്ഥിച്ചാലോ ഒന്നും ഇത് വിട്ടുമാറൂല. കാരണം അവന്റെ ഉള്ളിലുള്ള ആ ക്യാരക്ടർ മാറുന്നത് വരെ ആ നെഗറ്റീവ് ശക്തികൾ അവനിൽ തന്നെ ഇരിക്കും. കാരണം അങ്ങനെയുള്ളവരെ നന്നാക്കിയാനും പീഡിപ്പിക്കാനുള്ള ശക്തികളുണ്ട്. അപ്പൊ ഇതേപോലെ പല മേഖലകളിലും ഒരുവൻ ചിലപ്പോൾ പല വ്യക്തികളോട് അധികം സംസാരിക്കാതെയും അത് ഇടപെടാതെയും വളരെ ശാന്തനായും വളരെ പാവം പിടിച്ചൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ അവന്റെ മനസ്സ് മൊത്തം വിഷമായിരിക്കും. ഇത് പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ അത്രയും വിഷം മനസ്സുള്ള ഒരു വ്യക്തി ചിലപ്പോൾ അത്ര കണ്ട് ദുഷിച്ച ഒരു മനസ്സായിരിക്കാം. അധികം സുഹൃത്തുക്കൾ കാണൂല, വേറെ പുറമെ ദുശീലങ്ങളൊന്നും കാണൂല, പുറമെ നല്ലവനെന്ന് നടിക്കാൻ വേണ്ടി മാക്സിമം അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ പരീക്ഷണം കൂടുതലാണ്. അവർക്കൊക്കെ ഒരുപാട് കഷ്ടത്തിലൂടെ പോവേണ്ടി വരും. കാര്യം അവരുടെ മനസ്സ് അത്രയും വ്യാജവും അത്രയും കഠിനവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് പുറമെ അത്രയും അഭിനയിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത്രയും ഷോയൊക്കെ കാണിച്ച് ഞാൻ വളരെ നല്ലവനാണെന്ന് കാണിച്ച് നടക്കുന്നവർക്ക് കൂടുതൽ കഷ്ടങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അതേസമയം ഒരു ശിശുവിനെ പോലെ എന്തും തുറന്നു പറയുന്നു, ആരുടെയും കയറി ഇടപെടുന്നു, ആരെയും വിശ്വസിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾക്ക് പരീക്ഷണം വളരെ കുറവായിരിക്കും. കാരണം അവർ ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളും, പെട്ടെന്ന് അനുസരിക്കും, അവരുടെ തെറ്റുകൾ പെട്ടെന്ന് മാറ്റും, നിഷ്കളങ്കമായ സ്വഭാവം. അതുകൊണ്ടൊക്കെയാണ് ചില ആത്മീയരായിട്ടുള്ള ഈ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു കുട്ടികൾക്ക് സ്വർഗരാജ്യത്തേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുട്ടികളെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം കൊച്ചു കുട്ടികളുടെ മനസ്സുള്ളവർക്ക് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഭൂമിയിലുള്ള സുഖത്തിലേക്ക് പെട്ടെന്ന് അവൻ എത്തും. അവൻ അധിക ജന്മങ്ങൾ വേണ്ട. കാരണം ആ ഒരു മനസ്സ് ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ആ പെട്ടെന്ന് എല്ലാം ഉൾക്കൊള്ളും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും എല്ലാവരും പാലിച്ച് പോകുന്നുണ്ട്, മാക്സിമം പോസിറ്റീവ് ആവാനായിട്ട് പാലിക്കുന്നുണ്ട്. പക്ഷേ ഈ അസുരന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ നിൽക്കുന്ന ചില നെഗറ്റീവ് ശക്തികളുണ്ട്.
ഇപ്പൊ ദൈവം തന്നെ ഈ നമ്മളിലുള്ള ആ നെഗറ്റീവ്സിനെ ഒതുക്കാനും നമ്മളെ തന്നെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ശിക്ഷിച്ച് നന്നാക്കാനും ഒക്കെ ആയിട്ട് ചില നെഗറ്റീവ് ശക്തികളെ ദൈവം തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മെയിൻ ഉദ്ദേശം നമ്മളിലുള്ള അസുരനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളിലുള്ള അസുരനെ ശിക്ഷിക്കുക. ഇതാണ് ആ ശക്തികളുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ കുറെ നെഗറ്റീവ് ശക്തികൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് വന്ന് ശിക്ഷയും പീഡനവും നരകവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ ദൈവത്തിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ശക്തികൾ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ശക്തികളായതുകൊണ്ട് അവരെ ദൈവത്തിന്റെ ശക്തികളെന്ന് പറയാം. എന്നാൽ ദൈവത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന, അതായത് എങ്ങനെ എനിക്ക് ദൈവത്തെക്കാട്ടിലും പവർഫുൾ ആവാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളെക്കാട്ടിലും മുകളിൽ ഞങ്ങൾക്ക് എങ്ങനെ എത്താം, എത്രത്തോളം ആത്മാക്കളെ നമുക്ക് തട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് അത്രയും പവർഫുൾ ആവാം എന്ന് ചിന്തിക്കുന്ന, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയ ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ശക്തികളാണ് ശരിക്കും പറഞ്ഞാൽ വ്യാജ രൂപമെടുത്ത് ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് ശക്തികളുടെയൊക്കെ രൂപമെടുത്ത്, അല്ലെ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷിക്കാനുള്ള ശക്തികളുടെയൊക്കെ രൂപമെടുത്ത് മനുഷ്യരെ സ്വാധീനിച്ച് തെറ്റിൽമേൽ തെറ്റ് പതുക്കെ ചെയ്യിപ്പിച്ച് അവനെ ഭീഷണിപ്പെടുത്തി, എന്നെ ആരാധിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ നിൽക്കുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട്. അത് വേറൊരു വശം. അപ്പം മറുഭാഗത്ത് ഈ നെഗറ്റീവ് ശക്തികൾ ചെയ്യുന്ന ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം വെച്ചിരിക്കുന്ന ഈ പ്രകൃതിയിൽ മനുഷ്യനെ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വ്യവസ്ഥയിൽ ഒരു മനുഷ്യനെ എങ്ങനെ തെറ്റിക്കാം, അവൻ എത്ര ആഗ്രഹിച്ച ആ വ്യവസ്ഥയിൽ പോകണമെന്ന് ആഗ്രഹിച്ചാലും അവൻ ആഗ്രഹിക്കുന്ന രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ അവനെ വഴി തെറ്റിച്ച് അവനെ അതായത് അവനെ അറിയാൻ പറ്റൂല, ആ അറിയാത്ത രീതിയിൽ അതിനകത്തൂടെ തെറ്റിച്ചും കൊണ്ട് ദൈവത്തിന്റെ കണ്ണിൽ തെറ്റുകാരനാക്കുകയും, അപ്പൊ അങ്ങനെ തെറ്റുകാരനാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ശിക്ഷയുടെ ശക്തികൾ അവനെ ശിക്ഷിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊരു സൈഡിലുണ്ട്. മറുഭാഗത്ത് യോമാര് കയറി വന്നിരുന്ന് ചെയ്യുന്ന ശിക്ഷയും പീഡനങ്ങളും വേറെയും ഉണ്ട്. അപ്പൊ അതൊരു സൈഡിൽ നടക്കുകയും ചെയ്യും, അതവർ ചെയ്യുകയും ചെയ്യും. മറുഭാഗത്ത് ദൈവത്തിന്റെ കണ്ണിൽ ഒരിക്കലും ഇവന് മോക്ഷം കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭൂമിയിലെ ആ സുഖം അനുഭവിക്കാത്ത രീതിയിൽ അവനെ തെറ്റിൽമേൽ തെറ്റ് പ്രേരിപ്പിച്ച് ചെയ്തുകൊണ്ടിരിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുക നല്ലതാണ്. അപ്പൊ എല്ലാവരും സ്നേഹിക്കുക എന്ന ആ ഒരു പോസിറ്റീവ് കാര്യത്തിനെ തെറ്റായ രീതിയിൽ വഴി തെറ്റിച്ച് അവനെ ദൈവത്തിന്റെ കണ്ണിൽ തെറ്റുകാരനാക്കുന്ന പരിപാടി ചെയ്യുന്ന കുറെ നെഗറ്റീവ് ശക്തികളുണ്ട്, കുറെ അസുരന്മാരുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്യിപ്പിച്ച് നമ്മളെ വഴി തെറ്റിക്കുന്നത്. അപ്പൊ വഴി തെറ്റിക്കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ജോലി വേറെ ശിക്ഷയൊന്നും ഇവർ ചെയ്യണമെന്ന് ആവശ്യമില്ല. അപ്പൊ ഈ കൂട്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവനെ അങ്ങ് വഴിതെറ്റിച്ച് വിടുകയുള്ളൂ. അപ്പൊ വഴിതെറ്റിച്ച് ഇവന്റെ മനസ്സിനെ സ്വഭാവത്തിനെ തെറ്റായ രീതിയിലേക്ക് തെറ്റിച്ചങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കി ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ആ ശക്തികളുടെ പീഡനങ്ങളുടെ ശിക്ഷണം അല്ലെ പഠിപ്പേര് ഇവ അനുഭവിക്കേണ്ടതായി വരും. അപ്പൊ ഇവരകത്തിരുന്നും കൊണ്ട് പിന്നെ വേറെ രീതിയിലും വഴിതെറ്റിക്കും. അപ്പൊ അതിൻ്റെതും പിന്നെ അനുഭവിക്കേണ്ടതായി വരും. അപ്പൊ ഇവരകത്തിരുന്നും കൊണ്ട് പിന്നെ മറ്റൊരു രീതി തെറ്റിക്കും. ഇങ്ങനെ ഈ വ്യക്തിയെ സദാ തെറ്റിച്ച് കൂടുതൽ നെഗറ്റീവ്സിനെ വലിഞ്ഞു കയറ്റി അവനെ തെറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ മറുഭാഗത്ത് യവൻ ഈ തെറ്റായ മനസ്സിൽ പോകുന്നത് കാരണം ദൈവത്തിന് അവനെ പഠിപ്പിക്കേണ്ട ആവശ്യവും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ദൈവത്തിന്റെ പോസിറ്റീവ് ആകാൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ദൈവത്തിന് അടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ശരിക്കുള്ള മാർഗം എന്താണ് എന്ന് കറക്റ്റ് പഠിപ്പിച്ച് തരാനുള്ള ആൾക്കാർ ഇപ്പം വളരെ കുറവാണ്. ഇപ്പൊ ഈ അവസരത്തിൽ ശരിയായിട്ടുള്ള കാര്യം ഏത്, ആ ശരിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതെങ്ങനെ പഠിക്കാൻ പറ്റും, അപ്പൊ എന്നാൽ നമുക്ക് ശരി അറിയുകയും ചെയ്യാം. എന്നാൽ ഈ ശരി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് കഴിയുന്നതുമില്ല. ആ ചെയ്യുന്ന ശരിയിലൂടെ നമ്മളെ തെറ്റിച്ചോ അല്ലെ തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തിരിച്ചറിവും വരുന്നില്ല. ഇത് എന്റെയും വലിയൊരു സംശയമായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വന്നപ്പോൾ ഇതെന്താണ്, ഇപ്പൊ ഞാൻ പല കാര്യങ്ങളിലും ഞാൻ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് തെറ്റാൻ തുടങ്ങി. അത് തെറ്റിയെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് പല പ്രശ്നങ്ങളും വിഷയങ്ങളും അതുവഴി ഇതുവഴിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഇടപെടുന്ന ദൈവത്തോട് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഈ പ്രശ്നം എനിക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, നീ നേരത്തെ ചെയ്തത് അല്ലെ ഇന്ന കാര്യം ചെയ്തത് തെറ്റിപ്പോയി, പക്ഷെ ഞാനത് ശരിയായിട്ടാണ് ചെയ്തത്, എന്റെ മനസ്സ് 100% ശരിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യണം, ഇതാണ് അതായത് നല്ല ഉപദേശങ്ങൾ, നല്ല സ്വഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഞാൻ. പക്ഷെ തടസ്സങ്ങൾ ശല്യങ്ങൾ വരുമ്പോൾ ആ ചെയ്തതിൽ ഞാൻ തെറ്റിപ്പോയി എന്ന് ദൈവം പറഞ്ഞു തരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചെയ്തതിൽ എന്താണ് തെറ്റ്, ഞാൻ ശരിയല്ലേ ചെയ്തത്, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഞാൻ സ്നേഹിച്ചല്ലോ, അവിടെ എന്ത് തെറ്റി? അപ്പൊ ദൈവം ആ സ്നേഹത്തിന്റെ അകത്ത് എവിടെ തെറ്റി, എങ്ങനെ തെറ്റി, ആ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ് എന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി.
അങ്ങനെ വന്നപ്പോൾ ഞാൻ അടുത്ത തെറ്റ് സത്യസന്ധത. അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യസന്ധത എല്ലാ കാര്യത്തിലും വേണ്ടേ? അപ്പൊ സത്യസന്ധത കാണിക്കുന്നതിനും ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അപ്പൊ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ദൈവം ഉദ്ദേശിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് അവനെ തെറ്റിക്കും. അപ്പൊ ഈ വ്യക്തി എന്ത് വിചാരിക്കും? ഞാൻ സത്യസന്ധനാണല്ലോ, സത്യസന്ധമായി ചെയ്തല്ലോ എന്ന് ഇവൻ വിചാരിക്കും. പക്ഷെ അവിടെയും അവൻ പല ഭാഗത്ത് തെറ്റിപ്പോകുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്നിടത്തെല്ലാം പല മണ്ടത്തരങ്ങളും തെറ്റുകളും ദൈവത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറ്റിപ്പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദൈവമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് മനുഷ്യന് പെട്ടെന്ന് പിടികിട്ടാൻ പറ്റാത്ത ലെവലിൽ തെറ്റിച്ച് കളയുന്ന ചില കാര്യങ്ങളാണ് ഇനി മുതൽ ഞാൻ അങ്ങോട്ട് ചില വീഡിയോസിലൊക്കെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോസിലൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ശരി.